ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നല്ലൊരു ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ. അതുപോലെ തന്നെ ആദ്യം തന്നെ പറയാനുള്ളത് ഈ ഒരു വീഡിയോയിൽ ഒരുപാട് ഭാഗങ്ങളിൽ കട്ട് ചെയ്ത ഭാഗമായിട്ടൊക്കെ കാണാം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് സ്പീഡൊക്കെ കൂടുതലുണ്ട്. കാരണം ഇതൊരു കോമ്പറ്റീഷന് വേണ്ടി ഞാൻ എടുത്ത ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുൾ വാച്ച് ചെയ്യണേ. ഞാനിവിടെ ഉണ്ടാക്കുന്നത് ടെൻഡർ കോക്കനട്ട് ചിക്കൻ ദം ബിരിയാണിയാണ് കേട്ടോ. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ കാണിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ തന്നെ സവാള ഒക്കെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1/2 ഗ്ലാസ് കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്ത് അതിലേക്ക് 2 ടീസ്പൂൺ ഗീ ആഡാക്കി കൊടുക്കുക. ചൂടായി വരുന്ന സമയത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഫ്രൈ ചെയ്തെടുക്കുന്നു. അതിനുശേഷം ഓയിൽ നല്ല ചൂടിൽ സവാള നല്ല ഗോൾഡൻ കളറിൽ ഒട്ടും കരിയാതെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ബിരിയാണിയുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഇത്. ഇനി ഇതിലേക്കുള്ള ഗരം മസാല നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ ഒന്ന് ചൂടാക്കി പൊടിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേഷൻ ചെയ്തെടുക്കാം. അതിനായി നമ്മൾ ചതച്ച് വെച്ച ചീനമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് പുതിനയില, കുറച്ച് മല്ലിയില, അതുപോലെ തന്നെ നമ്മൾ പൊടിച്ച് വെച്ച ഗരം മസാലയിൽ നിന്ന് 1/4 ഭാഗവും ചേർക്കുക. അതുപോലെ 1/2 കപ്പ് തൈര്, കല്ലുപ്പാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത സവാളയിൽ നിന്നും പിന്നെ ഒരു കൈപ്പിടി ഒരു ഇത് എടുത്ത് നല്ല രീതിയിൽ മാരിനേഷൻ ചെയ്ത് 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കുക. ഇനി മസാല പ്രിപ്പറേഷന് വേണ്ടി സവാള വഴറ്റിയെടുക്കുക. അതിനായി ഒരു പാൻ ചൂടായതിലേക്ക് ഫ്രൈ ചെയ്ത ഓയിലും അതുപോലെ തന്നെ 2 ടീസ്പൂൺ ഗീയും നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും ചേർത്ത് നന്നാക്കി വഴറ്റിയെടുക്കുക. സവാളയുടെ കളർ മാറാത്ത രീതിയിൽ തന്നെ നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മളിതിലേക്ക് ചതച്ച് വെച്ച ചീനമുളകും ഇഞ്ചി, വെളുത്തുള്ളി ചേർത്ത് നല്ലതുപോലെ ഇളക്കുക. അതിനുശേഷം നമ്മൾ മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ആഡാക്കി കൊടുത്ത് നല്ലതുപോലെ ഇളക്കുക. അതുപോലെ തന്നെ ടൊമാറ്റോ കട്ട് ചെയ്തതും ഇതിലേക്ക് ആഡാക്കി നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഇത് വഴറ്റി കൊടുക്കുക. ഇടയ്ക്ക് ഉപ്പ് നോക്കി ആവശ്യത്തിന് വീണ്ടും ചേർത്ത് കൊടുക്കണേ. പച്ചമണം മാറുന്നത് വരെ വഴറ്റി അതിനുശേഷം കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. അതിനുശേഷം അതിലേക്ക് 2-3 ടീസ്പൂൺ കാഷ്യൂ ഇളനീർ അരച്ചതും ചേർത്ത് നല്ലതുപോലെ മിക്സാക്കി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അങ്ങനെ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട റൈസ് പ്രിപ്പയർ ചെയ്തെടുക്കാം. അതിനായി ഒരു പാൻ ചൂടായതിലേക്ക് ഫ്രൈ ചെയ്ത ഓയിലിൽ നിന്ന് കുറച്ചും 2 ടീസ്പൂൺ ഗീയും ചേർത്ത് അതിലേക്ക് അരിഞ്ഞു വെച്ച സവാളയും സ്പൈസസും ആഡാക്കി നമ്മൾ കഴുകി ക്ലീനാക്കി വെച്ച അരിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഈ ഒരു റൈസിനെ നല്ല രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഈ ഒരു പാത്രത്തിന് ഒരു പാത്രം അരിയാണുള്ളത്. അതിന് ഒരു പാത്രം സ്റ്റോക്ക് വാട്ടറും നല്ല തിളച്ച ഒരു പാത്രം വെള്ളവും ആഡാക്കി അതിലേക്ക് അതുപോലെ തന്നെ മസാല പ്രിപ്പയർ ചെയ്തതിൽ നിന്നുള്ള കുറച്ച് മസാല പ്രിപ്പയർ ചെയ്തതും കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഇളക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വേവിക്കുക. അങ്ങനെ നല്ല കട്ട പിടിക്കാത്ത നല്ല സൂപ്പർ ടേസ്റ്റി റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ബിരിയാണി ദം ചെയ്യുന്നതിന് ഒരു പാനിൽ വാഴയില വെച്ച് അതിന് മുകളിൽ റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലേക്ക് സവാള ഫ്രൈ ചെയ്തതിൽ ഞാൻ ഗരം മസാല സ്പ്രിങ്കിൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ആഡാക്കി കൊടുക്കുന്നത്. അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ തന്നെ 2 ടീസ്പൂൺ കാഷ്യൂ ഇളനീർ അരച്ചതും അതുപോലെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച മസാലയും ആഡാക്കി കൊടുക്കുന്നുണ്ട്. അതിന് മുകളിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാളയും പുതിനയിലയും മല്ലിയിലയും ചേർത്ത് കൊടുത്ത് ബാക്കി വന്ന റൈസും കൂടി അതിന് മുകളിലേക്ക് ഇട്ട് കൊടുത്ത് അതിന് മുകളിൽ സാഫ്രോൺ സോക്ക് ചെയ്ത റോസ് വാട്ടറും 3-4 ഡ്രോപ്സ് ആഡാക്കി കൊടുത്ത് അതിന് മുകളിൽ ഫ്രൈ ചെയ്ത സവാളയും അണ്ടിപ്പരിപ്പ്, മുന്തിരി, മല്ലിയില, പുതിനയിലയൊക്കെ ആഡാക്കി കൊടുക്കുക. അതുപോലെ തന്നെ 2 ടീസ്പൂൺ ഇളനീർ കാഷ്യൂ പേസ്റ്റും ആഡാക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ദമ്മ് ഇങ്ങോട്ട് മുകളിലേക്ക് വരുന്നതിന് വേണ്ടി 2-3 ഹോളും കൂടി ഈ ഒരു ദമ്മിന് ഇടയ്ക്ക് വെച്ച് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒട്ടും ആവി പുറത്ത് പോകാതെ നമ്മളെ പഴയ രീതിയിൽ നമുക്ക് ദം ചെയ്ത് എടുക്കാം. അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ കുറച്ച് സമയം ദമ്മിൽ വെച്ച് അതിന് ശേഷം തീരെ ഒട്ടിപ്പിടിക്കാത്ത നല്ല ടേസ്റ്റി ബിരിയാണി റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ വെറൈറ്റി ആയിട്ടുള്ള ടെൻഡർ കോക്കനട്ട് ചിക്കൻ ദം ബിരിയാണി നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരു തരി പോലും കട്ട പിടിക്കാതെ ഒട്ടിപ്പിടിക്കാത്ത നല്ല സൂപ്പർ ടേസ്റ്റി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ബിരിയാണി ഒന്ന് നമുക്ക് ഡെക്കറേഷൻ ചെയ്ത് കാണിക്കാം. പിന്നെ പറയാതിരിക്കാൻ വയ്യ, അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ ഇത്. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇൻഷാ അല്ലാ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.